നമുക്ക് വിയോടെ കുറച്ച് മുൻവശ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യാം. ഇത് 2014 നടന്നിട്ടുള്ള കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ജനറൽ അവയർനെസ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. NDTV-യിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആര്? നെഹ്റു ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അദ്ദേഹം അതിൽ ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ പഴയകാല ചരിത്രങ്ങൾ മുതലൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്. സോ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് നെഹ്റുവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫാണ്. റാഡ്ക്ലിഫ് കമ്മിറ്റിയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് റാഡ്ക്ലിഫ് അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റീനെയാണ് ഈ ഒരു ബൗണ്ടറി തീരുമാനിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത്. ഇതിൻ്റെ പുറകിൽ കുറേ രസകരമായ കഥകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951 കറക്റ്റ് ആൻസർ വന്നത്. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 1951 ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ഏത് തരത്തിലുള്ള എക്കണോമിയാണെന്നാണ് ചോദ്യം. അത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മളൊരു മിക്സഡ് എക്കണോമിയാണ്. നമ്മൾ സോഷ്യലിസം അല്ല, പക്ക ക്യാപിറ്റലിസം, അതിൻ്റെ രണ്ടിനെയും ഇടയിൽ നിൽക്കുന്ന ഒരു മിക്സഡ് എക്കണോമിയാണ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ എക്കണോമിയുടെ നേച്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അത് ഓപ്ഷൻ സി, ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന വർഗീസ് കുര്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവാണെന്നും കൂടെ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിവസമാണ് ദേശീയോദ്ഗ്രഥന ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNOയുടെ ഏജൻസി ഏത്? യുനെസ്കോ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയും. യുനെസ്കോ ആണ് പൈതൃക പട്ടിക തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം, ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സിരിമാവോ ഭണ്ഡാര നായിക്കയാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ നോൺ അലയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയും അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ, വനിതാ ചെയർമാൻ ആയിരുന്നത്. ഇന്ത്യയൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗാണ്. അടുത്ത ചോദ്യം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം? 1857 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. മീററ്റിലെ ഒരു കണ്ടോൺമെൻറ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. അടുത്ത ചോദ്യം, INS സിന്ധുരക്ഷ എന്ന അന്തർവാഹിനി കപ്പലിൽ 3.5 മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഈ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇത് 2014 നടന്ന എക്സാമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് K രാധാകൃഷ്ണനാണ്. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ 2019 കറണ്ട് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് K ശിവനാണ് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റിസ് JB കോശിയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അതായത് 2014 ചെയർമാനായിരുന്നു. ഇപ്പോഴുള്ള ചെയർമാൻ എന്ന് പറയുന്നത് JB കോശിക്ക് ശേഷം ആൻ്റണി ഡൊമിനിക്കാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട്, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആവാൻ പോകുന്ന വ്യക്തി. അടുത്തൊരു ചോദ്യം നോക്കാം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആര്? ലാലാ ലജ്പത് റായാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. അതിലെ ലാലാ ലജ്പത് റായാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്?
കറക്റ്റ് ആൻസർ എന്ന കായംകുളമാണ് ഈ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. ഇടുക്കി, നെയ്യാർ, മലമ്പുഴ ഇതൊക്കെ ജലവൈദ്യുത നിലയങ്ങളാണ്, താപവൈദ്യുത നിലയങ്ങളാണ്. അടുത്ത ചോദ്യം, സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. ഓപ്പറേഷൻ ഗംഭീർ എന്നുള്ള പേരിലാണ് സുനാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടും. അടുത്ത ചോദ്യം, നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ ഉള്ളത്. പല അന്തരീക്ഷ മണ്ഡലങ്ങളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ട്രോപ്പോസ്ഫിയറാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതുപോലെ നദികൾക്കുള്ള വിശേഷണങ്ങളും നദികൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ വരുന്ന എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി മംഗൾയാനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മംഗൾയാൻ, മാസ് ഓർബിറ്റ് മിഷൻ അല്ലെങ്കിൽ മംഗൾയാനാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേര്. അടുത്ത ചോദ്യം, കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? നോട്ടിക് മൈലാണ് കടലിലെ ദൂരം നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. നോട്ടിക് മൈലാണ് കടലിലെ ഡിസ്റ്റൻസ്. നമ്മൾ കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ 12 നോട്ടിക്കൽ മൈൽ, 2 നോട്ടിക്കൽ മൈൽ എന്നൊക്കെ കടലിലെ ദൂരം അളക്കുന്നത് നോട്ടിക് മൈൽ വെച്ചിട്ടാണ്, ഉപയോഗിച്ചിട്ടാണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ബാരോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്.